അസ്സലാമലൈക്കും കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണം. അപ്പം അല്ലേ, ഇന്നത്തെ വ്ളോഗിനുള്ള ആരംഭം തുടങ്ങി. അപ്പം ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് അസ്വസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്ന് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, ഇന്നലത്തെ ചിക്കൻ കറി, ഇന്നലത്തെ ജ്യൂസിൻ്റെ ബാക്കി, നമ്മുടെ ബജിയുടെ ബാക്കി, ബജി ഉണ്ടാക്കാൻ വെച്ചതിൻ്റെ ബാക്കി എല്ലാവരും എടുത്തൊന്ന് പുറത്ത് വെച്ചു. അപ്പോൾ ഇക്കാക്കാക്ക് ഇന്ന് പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്നെന്താ ഇതോ പുട്ടിനുള്ളതൊക്കെ വാട്ടി അതൊക്കെ ഒന്ന് പൊടിച്ചു വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് നമുക്കത് ചോറ് ബാക്കി വന്ന് ചോറ് വെച്ചിട്ടൊരു ജീരകക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ ഇന്ന അരി വേണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് അരിയാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ജീരകക്കഞ്ഞി ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ചൂടടിക്കാം കേട്ടോ. ഒരുവിധം വെന്ത് ചോറാണ്, എന്നാലും ഫ്രിഡ്ജിലൊക്കെ ഇതൊന്നല്ല. അപ്പോൾ 2 ചൂടടിക്കാം. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ നമുക്ക് ഇതിലോട്ട് ശാളി ഉലുവയായിട്ട് ആവശ്യം. അപ്പോൾ ദേ ഒരു 1 ടീസ്പൂൺ, ഇത്രയും വേണ്ട, ഒരുപാട് വേണ്ട, ഇത്രയും ചോറല്ലേ ഉള്ളൂ. ഇത്രയും ആശാളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അത്രയും ഉലുവയുടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നല്ല നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളതാട്ടോ. ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു എരിവിന്, കഞ്ഞിക്കൊരു പ്രത്യേക എരിവൊക്കെ കിട്ടും. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ പാകത്തിനോട് നേരത്തെ ഇടാണെങ്കിൽ ആ കഞ്ഞി ചോർമയിട്ടൊക്കെ നല്ലപോലെ പിടിക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ചൂള അല്ലെങ്കിൽ 2 ചൂള അടിച്ചെടുത്താൽ മതി. നമ്മുടെ കഞ്ഞിക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കുക. അതിനോട് ഞാൻ തേങ്ങ കുറച്ച് നേരത്തെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചേർന്ന കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി ഇത് ഇതിലോട്ടിടാം. പുട്ടിന് വേറെ നമുക്ക് ചിരണ്ടി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ജീരകവും ഒരു ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പേസ്റ്റായിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. പക്ഷേ ഞാൻ കഞ്ഞിയിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുണ്ട് ഈ വേഗം ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ അതേ ഞാൻ കഞ്ഞിക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ കറി, അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നതായിട്ട് ബാക്കി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്കൊന്നെടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇത്രയും വേണ്ട, കുറച്ചെടുത്ത് നമുക്കൊന്ന് ചൂടാക്കി ഇന്നത്തേക്കുള്ളതായി. ഇത് മതിയാവും. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം. പിന്നെ ചിക്കൻ കറി ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താം. അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയ കായ ബജിയുടെ ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതും ഒരു ബജിയാക്കി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്താൽ. അപ്പം ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം നമുക്ക് ഇതിന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതേപോലെ ഒരു മസാല ഉണ്ടെങ്കിൽ പല ബജികളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ നമുക്ക് ബജി ഉണ്ടാക്കാൻ പറ്റുന്നത് തോന്നുന്നത് അതൊക്കെ നമുക്കിതുപോലെ ബജിയാക്കി എടുക്കാം. കായ ബജിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. കായ ബജിയൊക്കെ ഇപ്പോൾ ഒരു ഇത് എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചിക്കൻ കറി ഞാൻ അടുപ്പത്തോട്ട് വെച്ച്, കഞ്ഞി അടുപ്പത്തോട്ട് വെച്ച്, തേങ്ങ അരച്ച് വെച്ച്, പുട്ടിന് പൊടിച്ച് വെച്ച്, ഇനി നമുക്ക് പുട്ടിന് വെച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒരു 3-4 മാസമായിട്ടാണ്. 3-4 തെങ്ങ ഉണ്ട്. കാര്യം തേങ്ങയും ഉണ്ട്, പക്ഷേ ഇടലില്ല. കാരണം അതിൻ്റെ മുകളിൽ ഈ കൊത്തൊക്കെ എന്തോ കടന്നലില്ലേ, അപ്പോൾ ഇവരാണ് ഒരാളെ കയറ്റിക്കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര കടന്നലിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അറിയിപ്പം പിന്നെ തെങ്ങുമ്പോൾ കയറ്റിയിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചാടി കിട്ടും, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ്. അപ്പം നോമ്പായോടുകൂടി ഒറ്റ ഉണ്ടായില്ലാത്ത. അപ്പം ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ നോക്കി, ഇപ്പം
തേങ്ങൻ്റെ ഉള്ളിൽ 3-4 തേങ്ങ ചാടി കിട്ടി അങ്ങനെ. അപ്പോൾ ഇത് നമുക്കൊരു ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്താ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കായ ബജി ഇങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമുക്കത് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അതിലോട്ട് കുറച്ച് മൈദയും അരിപ്പൊടിയും കൂടി ആട്ടെ യൂസ് ചെയ്യണേ. അപ്പോൾ അതായത് നമ്മുടെ കഞ്ഞിക്ക് ഒരു ചൂടടിച്ചിട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലത്തെ മൈദയുടെ കൂട്ട് ഞാൻ ഇന്നലെ മീറ്റ് റോളും സമൂസ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്നത്, അപ്പോൾ അത് കളയണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ 2 ചൂടടിച്ച് ഞാൻ കുക്കറൊന്ന് ഓഫ് ചെയ്ത് അപ്പോൾ അതെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അരിപ്പൊടി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഈ അരിപ്പൊടിയും കൂടി ചേർക്കണം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഇത്തിരി ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. മുട്ട പൊട്ടിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആട്ടാ. ഇത്തിരി സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടിയൊക്കെ ഓപ്ഷനിലാണ്. നമ്മൾ നല്ല പോലെ ഒന്ന് പൊങ്ങി കിട്ടും. നമ്മുടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചാ വിസ്ക് വെച്ചാ എങ്ങനെയാണ് മിക്സ് ചെയ്യാട്ടോ. ഇത്തിരി പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പം ഞാൻ പിഞ്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരുപാട് അങ്ങോട്ട് ലൂസാക്കണ്ട. ഇപ്പോൾ പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പഴംപൊരിക്കുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് കഞ്ഞിയുടെ ചൂടടിച്ചാലും ചൂട് ആറിയിട്ട് വേണം നമുക്ക് തേങ്ങ വെക്കാൻ. അപ്പം നമ്മുടെ ചിക്കൻ്റെ കറി നല്ല പോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം തിളപ്പിച്ച് നിന്ന് ഫ്രിഡ്ജിലൊക്കെ ഇടുന്നല്ലോ, അപ്പോൾ നല്ലോണം ചൂട് കയറും. അപ്പോൾ നമുക്കിനി ഒന്ന് ഓഫ് ചെയ്ത് മൂടിക്കാം. അടുത്തൊരു തേങ്ങ പോച്ചിട്ടുണ്ട് അതായത്. അപ്പം ഇനി നമ്മുടെ പുട്ട് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ടും കുറ്റിക്ക് ചില്ലില്ല കേട്ടോ. ചില്ലിലും കുഴപ്പമില്ല. നമുക്കതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അടി കൂടെ പോകില്ല. കുക്കറിൻ്റെ മുകളിൽ വെച്ച് ചുരുന്ന പുട്ടാണ്. എൻ്റെ ചില്ല് അവിടെ എവിടെ കിടക്കണ്ട നോക്കിയിട്ട് കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിട്ട് പുട്ട് ചുട്ടെടുക്കുന്നത്, ചില്ലൊന്നും അറിയില്ല. അപ്പോൾ നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടും ചുട്ട് കഴിഞ്ഞു. ഞാൻ ഇക്കാക്കാക്ക് പുട്ടെന്ന് പറയുന്ന ഗോതമ്പിൻ്റെ പുട്ടാട്ട ചുട്ടെടുക്കുന്ന, ഞങ്ങൾക്ക് സാധാ പുട്ട് ചുട്ട്. അപ്പോൾ ഞാൻ 2 പുട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ടിനുള്ള പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ ജ്യൂസ് അടിച്ചത്, ഇന്നലത്തെ ജ്യൂസിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി അതൊന്ന് അടിച്ചെടുത്ത്, ആപ്പിളും ഒക്കെ കൂടി ഒന്ന് അടിച്ചെടുത്ത ഇന്നലത്തെ ജ്യൂസ് ഉണ്ടായി. അപ്പം നമുക്കത് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏത്തക്കായി ഒന്ന് ഒലത്തിയെടുക്കാൻ വേണ്ടി അതിലോട്ടിട്ടുള്ള അച്ചിങ്ങയല്ല അടച്ചുമ്പോൾ ഏത്തക്കായി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഒലത്തിയെടുക്കാം നമുക്ക് ചീരക്കഞ്ഞിക്ക്. അപ്പോൾ അത് നമ്മുടെ അതൊക്കെ ഒന്ന് ചൂളടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അരപ്പാൻ അടിച്ചിട്ട് കഞ്ഞിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മോൾക്ക് ഇഷ്ടമല്ല മൂപ്പിക്കണം, അതുകൊണ്ട് ഞാൻ മൂപ്പിക്കുന്നില്ല. ഉള്ളിയൊക്കെ നെയ്യിൽ മൂപ്പിച്ചെടുക്കും എല്ലാവരും, പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. നമുക്കിതേ പഴംപൊരി ഉണ്ടാക്കാം. നമ്മുടെ കായ് ബജിയുടെ ഐറ്റം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പഴംപൊരിക്കുള്ള മസാലയൊക്കെ ഞാൻ തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പഴംപൊരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ അതും കൂടി ഒന്ന് മൂടി വെച്ച് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അതായത് ആദ്യം ഞാൻ നിങ്ങളെ കാട്ടിയില്ലേ. അതപ്പോൾ ഇതാ നമ്മുടെ ഇന്നലത്തെ ഇരുന്ന ജ്യൂസാണ്, തണ്ണിമത്തങ്ങൻ ജ്യൂസായിരുന്നു. അപ്പോൾ നമുക്കിതിന് ആപ്പിളും ഈന്തപ്പഴവും ചെറുപഴം കൂടി ഇട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ്, ബദാം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മുടെ കലവറയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഒരറ്റത്തുനിന്ന് ഇനി നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നമുക്ക് റെഡിയാക്കാം. ഇനി നമ്മുടെ ഒലത്തൊന്ന് തയ്യാറാക്കണം.
അപ്പം ദേ ഇന്നത്തെ ഇഫ്താറിനുള്ള വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു 29 ഇന്ന് നോമ്പ്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും പിടിച്ചില്ല. ഇന്ന് ഈ നോമ്പിൻ്റെ അടുക്ക് ഇത് തന്നെയല്ല എന്നും കാണിക്കണമെന്ന് വിചാരിച്ചാണ് വീഡിയോ ഒന്നും പിടിക്കാതിരുന്നത്. അപ്പം നാളെ എല്ലാവർക്കും ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ നേർക്കൊണ്ട് ബൈ ബൈ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇൻഷാ അള്ളാ വീണ്ടും കാണാം.